നീ പോമോനെ ദിനേശ എന്നുള്ളത് മാറ്റിയിട്ട് അദ്ദേഹം നീ പോമോനെ വിജയ എന്ന് പറയുന്നു. നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയാൻ ഈ തെലങ്കാന മുഖ്യമന്ത്രി ആരാ? നമ്മുടെ നാട്ടിൽ ഓക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ പ്രളയം വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. ഇതിനൊക്കെ മലയാളി ഒറ്റക്കെട്ടായിട്ട് നേരിട്ടിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേട്ടു നിൽക്കണം. അതിനേക്കാൾ കൂടുതൽ മറുപടി മലയാളി കൊടുത്തന്നെ. ഇത് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി കൊടുത്തോണ്ട് മാത്രം കേരളം ഒതുങ്ങുന്നു ഞാൻ വിചാരിക്കുന്നത്. ഇത് കേരളത്തിനെതിരെയുള്ള അവകാശമാണ്. ഈ കേരളത്തിനെതിരെ പറയാൻ പാടുമോ? ACCയുടെ പിന്നെന്താണ് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ മല്ലികാർജ്ജുന ഖാർഗെനെ കുറിച്ച് പറയാണ് നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രേവന്ത് റെഡ്ഡിയുടെ അഭിപ്രായം? ഈ സോണിയാഗാന്ധിയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ രേവന്ത് റെഡ്ഡിയുടെ അഭിപ്രായം എന്തായിരിക്കും? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അവമാനിക്കുന്നത്, കേരളത്തെയാണ് അവമാനിക്കുന്നത്. വാക്കുകൊണ്ട് മാത്രമല്ല പറയുന്നത്, ലെറ്റർ എഴുതി അയക്കുകയാണ്. പോ മോനെ വിജയ, പോ മോനെ വിജയ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരും മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ വികാരം കൂടിയാണ്. ഈ കേരളത്തിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്തങ്ങളെ മുഴുവൻ നേരിട്ട സമയത്ത് മുന്നിൽ നിന്ന് നയിച്ചതാണ്. മനസ്സിലായി? ഇവിടെ പക്ഷിക്കും പൂച്ചയ്ക്കും ഭക്ഷണം കൊടുക്കുന്നത് ചോദിച്ച മുഖ്യമന്ത്രിയാണ്. ഇവിടെ ദുരന്തങ്ങൾ വന്ന സമയത്ത് ഏതൊക്കെ സമയത്താണോ നമ്മൾ വിഷമത്തിലായിട്ട് ആ വിഷമത്തിലെ മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിയാണ്. അല്ലെ? ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നമ്മൾ ദേശീയ പറയോ? അങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറയോ? ഉമ്മൻചാണ്ടി പറയുന്നു. ഇവരൊക്കെ AK ആന്റണി പറയും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാവാണല്ലോ AK ആന്റണി പറയോ? നീ പോമോനെ വിജയാന്ന് നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പറയോ? എന്ത് വളരെ മോശമായ രീതിയാണ്. എന്നിട്ട് അത് കേട്ടിട്ട് കേന്ദ്രത്തിലെ നേതാക്കന്മാർക്ക് നിൽക്കുകയാണ്. സൈഡിൽ കോൺഗ്രസ് നേതാക്കന്മാരാ കൈയടിച്ചിട്ട് സൈഡിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ് പിണറായി വിജയൻ ഹാലി എന്ത് പിണറായി വിജയൻ അത് 5 അപ്പുറം എന്നുള്ള അഭിപ്രായം. ഞാൻ അത് കേരളത്തിലെ അഭിപ്രായമാണ്. അത് കേരളം അങ്ങനെ മറുപടി ഈ പറഞ്ഞ രേവന്ത് റെഡ്ഡിക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ കേരളം ഇല്ല എന്നുള്ളത്. നമ്മൾ എല്ലാ സംവിധാനം എതിർത്ത് തന്നെയാണ്. നമുക്കെതിരെ അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ കാലത്തും ഒറ്റക്കെട്ടാണ്. നരേന്ദ്രമോദി വന്ന സമയത്ത് സൊമാലിയാണ് കേരളം എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? കേരളത്തിൽ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി സൊമാലിയാണ് കേരളം എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണ് കേട്ടോ. ഇത് BJPയുടെ ഭാഗത്തുനിന്നല്ല, ഇത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് രേവന്ത് റെഡ്ഡി കേരളത്തിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലാണ്. എന്താണ് ചെയ്യുന്നത്? കേരളത്തിൽ പത്രങ്ങളിൽ മുഴുവൻ പരസ്യം കൊടുക്കുന്നു. തെലങ്കാനയുടെ പരസ്യം ആവശ്യത്തിൽ കൂടെ പണം കൊടുക്കുന്നു കേരളത്തിൽ. എന്നിട്ട് പുള്ളിയുടെ നേതൃത്വം വഹിക്കുകയാണ് കേരളത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ കൂടെ എന്താണ് പറയുന്നത്? പിണറായി വിജയൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ള കേരളത്തെ ബോധിപ്പിക്കണം. അത് ഇവരായി ബോധിപ്പിക്കുന്ന കാര്യം 82 വയസ്സിൽ VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. 82 വയസ്സിൽ 2 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഇനി അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവുന്ന സമയം നോക്കാൻ ഇനി 2 വർഷം ഉണ്ട് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരള മുഖ്യമന്ത്രി ഇങ്ങനെ കേരളം ഇത് ഞാൻ പറയുന്നത് കേരളം ഇതിന് ശക്തമായ മറുപടി കൊടുക്കുന്നതാണ്. ഇത് ഞാൻ പറയുന്നത് ഇന്ന് മാത്യു കുഴൽ നടത്തിയതും ഇന്നലെ രേവന്ത് റെഡ്ഡി നടത്തിയതൊക്കെ എന്തായോ കോൺഗ്രസിന്റെ പെട്ടി കഴിക്കുന്ന ആണിയാണ്. ഓരോ ദിവസവും കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റാതെ ഒന്നുമില്ല. ഞാൻ പറയാം, ഒരു ഇലക്ഷന്റെ തലേ ദിവസം ഓരോ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുന്നിൽ BJP നേതാക്കന്മാരുടെ മുന്നിൽ മൈക്ക് വെക്കുന്ന സമയത്ത് ഒന്നും പറയാനില്ല സർക്കാരിനെതിരെ, ഒന്നും പറയാനില്ല. ഇത് പറയാതെ എന്താണ് പറയുന്നത്? ഗുണ്ടായിസം. എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കേരള ജനത ഉണ്ടായിരിക്കണോ? ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഇന്ന് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താ? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരന്തബാധിതരായ മനുഷ്യർ, കോൺഗ്രസ് കൂടെ നിർത്തി എന്ന് പറയുന്ന ദുരന്തബാധിതരായ മനുഷ്യർ ഇന്ന് കോൺഗ്രസിനെതിരെ പോലീസിൽ പരാതി കൊടുത്തേക്കാണ്. ഞങ്ങളുടെ പേര് പിരിച്ച പണം തട്ടി എന്നുള്ളതാണ് പരാതി. പോലീസ് പരാതി കൊടുത്തേക്കണം. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് 17 പേര് പോയിട്ട് പറയുന്നോ ഞങ്ങളുടെ വീട് റെഡിയായിട്ടുണ്ട്, താങ്കൾ ഞങ്ങളുടെ വീടുകളുടെ പാല് കാച്ച് വരണം, എന്നിട്ട് ഞങ്ങൾ കയറി താമസിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് ഒരു രാഷ്ട്രീയ മര്യാദയില്ലെന്ന്. നേരത്തെ പിന്നെ കുഴനാടിന്റെ കാര്യം പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിലും ഫാക്ട് ചെക്കിംഗ് ഉണ്ടല്ലോ. പ്രളയകാലത്തെ കുറിച്ചിട്ട് ആ ഓഡിയോ അലിഗേഷൻ ഇല്ല. പ്രളയകാലത്തെ കുറിച്ച് ഓഡിയോ അലിഗേഷൻ ഇല്ല. അലിഗേഷൻ എന്താണ്? ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അലിഗേഷൻ എന്താ? അതിനകത്ത് സ്പീഡ് തുറന്നു വിട്ടാൽ ഈ പറഞ്ഞ കമ്പനിക്ക് 200 കോടി നഷ്ടം ഉണ്ടാവും. കരിമണൽ ഒഴുകി പോകും. അതുകൊണ്ട് കരിമണൽ ഒഴുകി പോകാൻ കമ്പനി സ്പീഡ് അടച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അലിഗേഷൻ. എവിടെ പ്രളയം കഴിയുന്നത്? എന്നിട്ട് എന്താ പറയുന്നതോ? കേരളത്തിലെ ജനങ്ങളെ മുക്കിക്കൊന്നു, അതാണോ സത്യം? കേരളത്തിലെ ജനങ്ങളെ മുക്കിക്കൊന്നു എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്, അതാണോ സത്യം? കേരളത്തിൽ ആദ്യം എവിടെയാണ് 2018 പ്രളയം ഉണ്ടായത്? വയനാട്ടിലല്ലേ? ആദ്യം വയനാടാണ് പൊട്ടി വലിച്ചത്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള കളക്ടറോ അന്ന് ഈ സാധനങ്ങളെ വയനാട്ടിലേക്ക് അയച്ചത് 1 മാസം മുൻപ്. അന്ന് ഏത് ഡാം തുറന്നുവിട്ടാ? മേൽപ്പുറം പ്രശാന്ത്. അപ്പം അത് ഏത് ഡാം തുറന്നുവിട്ടാ? നിങ്ങൾ എല്ലാവരും കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് കേരളത്തിൽ പ്രളയത്തിൽ നടന്നത് ക്ലാരിറ്റിയോടുകൂടി അറിയാലോ. ആ സ്ഥലത്ത് വന്നൊരു പച്ചനുണ അടുത്ത കാലത്ത് കോൺഗ്രസ് പറഞ്ഞത് വെച്ച് ഏറ്റവും പച്ചനുണ പറയാണ്. എന്താ പ്രളയത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷ സർക്കാർ മുക്കിക്കൊന്നുള്ളത്? ഇത് വിശ്വസിക്കണോ? ഇലക്ഷന്റെ തലേ ദിവസം ഇന്നേ വരെ കേൾക്കാത്ത ഒരു ആരോപണം വരിക. എന്നിട്ട് ആ സമയത്ത് ഈ പറയുന്ന ആരോപണം തരുന്ന അന്ന് മന്ത്രി പോലല്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഡാം അടച്ചിട്ട് പോലില്ല. എന്നിട്ട് പോയി അടച്ചിട്ട് പ്രളയം ഉണ്ടാക്കി പറയുകയാണ്. അപ്പോൾ ഇതൊന്നും നോക്കാതെ കണ്ണും പൂട്ടി ഇതിനാണെന്ന് പച്ചവെള്ളം നോണ പറയുന്നത്.